ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്, ജനുവരിയിൽ മെയിൻസ് എക്സാം വരുന്നുണ്ട്, അപ്ലൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്തിനാ എഴുതുന്നൊന്നും പഠിച്ചു തീർന്നിട്ടില്ല, അത് സ്കിപ്പ് ചെയ്യണോ വേണ്ടേ എന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്. വെൽക്കം ടു ദ ചാനൽ. നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ജെയുമായി ബന്ധപ്പെട്ട ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇവിടെ ലഭിക്കുന്നതാണ്. ഈ ചോദ്യത്തിനുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഉത്തരം ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ആൻഡ് ദർ ആർ മൾട്ടിപ്പിൾ റീസൺസ് ഫോർ ദാറ്റ്. എന്തൊക്കെയാണ് അതിനുള്ള റീസൺസ്? ഒന്നാമത്തെ റീസൺ എന്നുള്ളത്, നമ്മൾ മേ ബി സെഷൻ 1 നമ്മൾ അത്രത്തോളം ഒരുങ്ങിയിട്ടുണ്ടാവില്ല. ബട്ട് സെഷൻ 2 നമ്മൾ പോവുകയാണെങ്കിൽ ആ സെഷൻ 2 പോകുന്നതിന് നമുക്ക് മുന്നോടിയായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഒരു മോക്ക് എക്സ്പീരിയൻസ് ആണ് സെഷൻ 1 നൽകുന്നത്. നമ്മൾ ഒന്നും അറിയാതെ ഒരു എക്സാമിൽ പോയി എഴുതുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് ആ എക്സാം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി എഴുതുന്നത്. അറ്റ്ലീസ്റ്റ് NTA ഫോർമാറ്റ് എന്താണ്, NTA ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുകൾ CBTs എങ്ങനെയാണ്, അതിൽ എങ്ങനെയൊക്കെ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്യാം, നമുക്ക് ഡൗട്ട്സ് ഉള്ളത് മാർക്ക് ചെയ്യാം, നമുക്ക് എങ്ങനെയൊക്കെ അതിൽ ആൻസേഴ്സ് മാർക്ക് ചെയ്യാം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൃത്യമായി സെഷൻ 1 ലഭിക്കും. അപ്പോൾ സെഷൻ 1 നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഇനി നിങ്ങൾ സെഷൻ 1 നന്നായി പഠിച്ചിട്ടില്ലെങ്കിൽ പോലും സെഷൻ 2 മുമ്പുള്ള നല്ലൊരു മോക്ക് ഓപ്പർച്യൂണിറ്റിയാണ് സെഷൻ 1 എന്നുള്ളത്. രണ്ടാമത്തത്, ഇതേ മെന്റാലിറ്റിയിലായിരിക്കും വലിയൊരു നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ടാവുക. അതിനൊരു അഡ്വാൻറ്റേജ് ആയി കാണാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ മുമ്പിൽ ഇനി ആക്ച്വലി 1 മന്ത് അല്ലെങ്കിൽ കഷ്ടിച്ച് 20 ഡേയ്സേ ഉള്ളൂ. ആ 20 ഡേയ്സിൽ പരമാവധി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പരമാവധി കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് കവർ ചെയ്ത് പോയി എഴുതിയിട്ട്, കാരണം കുറച്ച് ആൾക്കാരെ ആക്ച്വലി സെഷൻ 2 കുറച്ച് ആൾക്കാരെ സെഷൻ 1 എഴുതുള്ളൂ. ഇനി സെഷൻ 1 എഴുതുന്നതിൽ തന്നെ സീരിയസ് ആയി എഴുതുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവായിരിക്കും. അപ്പോൾ അതിൽ ബെറ്റർ പെർസെൻറ്റേജ് നേടുക എന്നുള്ള ഇറ്റ് വിൽ ബി ഈസിയർ. ഇപ്പോൾ സെഷൻ 2 പോയി നമ്മുടെ 150 മാർക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ സെഷൻ 1 മേ ബി ഒരു 120 മാർക്ക് വാങ്ങിയാൽ അതിന് ഇക്വലന്റ് ആയിരിക്കും. കാരണം ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു പെർസെൻറ്റേജ് എന്ത് ചെയ്യുന്നത്, നമ്മൾ നോക്കുമ്പോൾ ഡിവൈഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ സെഷൻ 2 എഴുതുക എന്നുള്ളതിലപ്പുറം സെഷൻ 1 കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. അടുത്തൊരു 20 ദിവസം നല്ലൊരു എഫേർട്ട് എടുക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, ബട്ട് ദാറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി വർത്ത് എ ട്രൈ. മാത്രമല്ല അതിന് ശേഷമുള്ള നിങ്ങളുടെ ഒരു പ്രിപ്പറേഷന് കൃത്യമായൊരു ഒരു മാർഗരേഖ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ JEE എക്സാം, എന്താണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, പ്രിപ്പയർ ചെയ്യേണ്ടത്, അടുത്ത 3 മാസം എത്രത്തോളം സീരിയസ് ആയി. നമുക്കൊരു സീരിയസ്നെസ് വരാണല്ലോ, ആ സീരിയസ്നെസ് എന്നുള്ള ഒരു ഇടി നമുക്ക് കിട്ടുക ചിലപ്പോൾ സെഷൻ 1 അത് കിട്ടാനും കൂടി നമുക്ക് സെഷൻ 1 എഴുതുന്നത് കാരണമാവും. അപ്പോൾ ആരും സെഷൻ 1 മിസ്സാക്കരുത്. നിങ്ങൾ വെറുതെ ഒന്നും പഠിച്ചിട്ടില്ല എന്ന് കരുതി എക്സാം എഴുതാതിരിക്കുക. എവറി എക്സാം ഈസ് എൻ എക്സ്പീരിയൻസ്. അപ്പോൾ സെഷൻ 2 നിങ്ങൾ അതാണ് മേജർലി ഫോക്കസ്ഡ് എങ്കിൽ പോലും സെഷൻ 2 നല്ലൊരു പ്രിപ്പറേഷൻ നൽകുന്ന, നമുക്ക് മുഖത്തൊരു അടി തരുന്നൊരു സംഭവമായിരിക്കും സെഷൻ 1. എന്താണ് സംഭവം എന്ന് കറക്റ്റ് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എല്ലാവരും പോയി എഴുതുക. ഓൾ ദ ബെസ്റ്റ് ഫോർ ദി എക്സാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.